Bye, Sirish. Bye. Bye. Hello guys, welcome back to my YouTube channel. Guys, ഇന്നത്തെ വീഡിയോ എന്ത് പറഞ്ഞെങ്കിൽ a small day in my life എന്ന് പറയാം because today is a special day for me. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ഗൈസ്. ആഫ്റ്റർ എ ലോങ് ടൈം വീഡിയോ എടുക്കുന്നതായത് കൊണ്ടാണെന്നറിയില്ല, ലൈക്ക് എനിക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ പോലെ പറയാനും അറിയുന്നില്ല, അല്ലോ തെറ്റിയാന്നുള്ളൊരു ഫീൽ ആയിരുന്നു. സോ സോറി ഗൈസ്, ഈസ് എനി മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടാവും. എൻ്റെ പറഞ്ഞ കുറേ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തോന്നുന്നു എനിക്ക് എന്നെ കാണുമ്പോൾ ഒരു നാണക്കേട് ഗൈസ്. സോ അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ത് പറഞ്ഞെങ്കിൽ എന്തുമില്ല ശരിക്കും പറഞ്ഞെങ്കിൽ. സോ ഞാൻ രാവിലെ എണിച്ചിട്ടായിട്ട് ബ്രഷിലാക്കി. അപ്പോൾ ഇന്ന് ഉമ്മാൻ്റെ ഓറൊന്നും ഇല്ല, സെർച്ചിൻ്റെ പരിപാടിയായിട്ട് പോയിട്ടുണ്ട്. പപ്പ ഉണ്ട്, സെർച്ച സ്കൂളിലേക്ക് പോയിന്, ഷെതാക്ക് സ്പോർട്സ്. ഞാൻ പറഞ്ഞാണ് നിൽക്കുന്നതാണ് ഗൈസ്. എനിക്ക് ഇന്നൊരു സ്പെഷ്യൽ ഉണ്ടാക്കണമെന്നുണ്ടോ, എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് എല്ലാവർക്കും ഞാൻ ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഒരിതുണ്ടായതുകൊണ്ട് അങ്ങനെ നിന്നിട്ടുണ്ട്. സോ ഓക്കെ ഗൈസ്, ബാക്കി വരുന്നിടത്ത് വെച്ച് ഞാൻ കാണിക്കാം. ഓക്കെ ബൈ ഗൈസ്. പുറത്ത് ആപ്പ വന്നിട്ടുണ്ട്. സോ നമുക്ക് ആപ്പാക്കും പപ്പാക്കും ചായ ഇട്ട് കൊടുക്കാം. പപ്പ ഓൾറെഡി ഒരു ചായ കുടിച്ചതാണ്, ബട്ട് ആപ്പ ഉണ്ടാകുമ്പോൾ ആപ്പൻ്റെ കൂടി ഒന്ന് കുടിക്കാപ്പാണ് ഗൈസ്. എൻ്റെ സ്റ്റാൻഡ് സെനാൻ്റെ മംഗളത്തിൻ്റെ സമയത്ത് വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് ആരെന്നോ പൊട്ടിപ്പോയി. സോ എൻ്റെ റിംഗ് ലൈറ്റ് ഡാമേജ് ആയി ഗൈസ്. സോ നമ്മൾ ഒരു കയ്യിൽ വേണം ചായ വെക്കാൻ വേണ്ടി, ഉമ്മയില്ലല്ലോ. സോ അങ്ങനെ ഗൈസ്, ഇതെന്ത് നിങ്ങൾക്കറിയോ? ഇത് തീ പാളുന്നതിന് വെക്കുന്ന ഒരു സാധനമാണ് ദിസ് വൺ. സോ ഓക്കെ ഗൈസ്, നമുക്ക് ആപ്പാക്കും ചായ വെച്ചിട്ട്, ചായ വെച്ച് ഓൾറെഡി ഇനി റെഡി ആയതിനു ശേഷം ഞാൻ കാണിച്ചു തരാം ഗൈസ്. വീഡിയോ നിങ്ങൾക്കവിടെ സൗണ്ട് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല, പപ്പ പുറത്തെന്തോ പണിയെടുക്കുന്നുണ്ട് ഗൈസ്. അതല്ല, ലൈക്ക് ആഫ്റ്റർ എ ലോങ് ടൈം എടുക്കുന്നതുകൊണ്ടില്ലേ എനിക്ക് നാണക്കടാന്ന്. ലൈക്ക് ഞാനല്ലാതെ ആയിപ്പോയി ഗൈസ്, ലോങ് ടൈം ബ്രേക്ക് എടുത്ത് വരുമ്പോൾ. സോ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഐ ഹാവ് നത്തിങ് ടു ഡു ഗൈസ്. സോ ഐ ആം ലാഗിങ് ഗൈസ്. നമ്മളെ ചായ തളിച്ച് വരുന്നുണ്ടാവും. സോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കട്ടൻ ചായയാണ് ഗൈസ്. എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെറിയ പിള്ളേർ ആരെങ്കിലും ഇൻസ്പയർ ആയി കട്ടൻ ചായയൊക്കെ വെച്ച് കൊടുക്കണം. ഓക്കെ ഗൈസ്, ആഫ്റ്റർ എ ലോങ് ടൈം വീഡിയോ എടുക്കുന്നുണ്ട് തോന്നുന്നു. നമുക്ക് എൻ്റേതായ ഒരു തെറ്റുകുറ്റങ്ങൾ എനിക്ക് എൻ്റെ തന്നെ കാണാം ഗൈസ്. പിന്നെ ഒരു കയ്യിൽ ഇങ്ങനെല്ലാം ആക്കിയെങ്കിൽ ചായ ഫാസ്റ്റ് ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗൈസ്. എല്ലാവരും വിശ്വസിക്കണമെന്നില്ല, ഞാൻ നിരീക്കുന്നു. ഇങ്ങനെയല്ലോ ക്ലാച്ചില്ല, ചിലപ്പോൾ ഫാസ്റ്റ് ചായ തണുക്കും കളർ വരുന്നുണ്ട്. ആൻഡ് ഞാൻ എന്താ പറയുന്നത്, വീഡിയോ എടുക്കുന്നുണ്ട്, അതിൻ്റെതായ കുറ്റങ്ങളുണ്ടാവും ഗൈസ്. സോറി. അയ്യോ അഡ്ജസ്റ്റ് ചെയ്യാം. ഞങ്ങളെ കാണിക്കുന്നതന്നെ ഞങ്ങൾക്ക് കാണുന്നില്ല, ചായ നോക്കുമ്പോൾ. ഓക്കെ ഗൈസ്, നമുക്ക് ചായ കൂട്ടിയതിന് ശേഷം കാണാം, ഇല്ലെങ്കിൽ ചായ പറ്റി കറിയാവും ഗൈസ്. എന്നെ പോലെ ചായ അരപ്പെടുക്കാൻ മടി ഉണ്ടവരുണ്ടെങ്കിൽ ജസ്റ്റ് ഡു ലൈക്ക് ദീസ്. ചായ ആക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ ചായപ്പൊടി താണു പോകും. അതിന് ശേഷം നമുക്കിങ്ങനെ കൂട്ടിക്കൊടുക്കാം ഗൈസ്. പെർഫെക്റ്റ് ചായ റെഡി ഗൈസ്. കുറച്ചിവിടെ മറിഞ്ഞു പോയി, തക്കതായ സമയത്ത് തന്നെ ഉറുമ്പ് റെഡിയാണ് ഗൈസ് ചായ കുടിക്കാൻ വേണ്ടി. ഉറുമ്പിനെ കൊല്ലാം നമുക്ക് ഗൈസ്. എന്നത് ചായ നമുക്ക് ട്രേയിലാക്കി കൊണ്ടുകൊടുക്കാം, ബിക്കോസ് ഓഫ് ടുഡേ സംതിങ് സ്പെഷ്യൽ റൈറ്റ്. സോ വീഴാതെ നോക്കാം ഗൈസ്. എൻ്റെ കൈ പറിച്ച് ഇത് താഴെ പോകുന്ന ഞാൻ കാണുന്നു. സോ നമുക്ക് നേരെ കൊണ്ടു കൊടുക്കാം ഗൈസ്. മീറ്റ് മൈ ആപ്പ ആൻഡ് ഡാഡി. അവർ ഇവിടെ ക്ലീൻ ചെയ്യുകയാണ്. ഞാനിങ്ങനെ ഇടും ആപ്പ, ഞാനിങ്ങനെ ഇടും ഗൈസ്. ദിസ് ഈസ് ഫോർ യു. ഓക്കെ ഗൈസ്, എന്റെ ചായ കുടിച്ച് എങ്ങനെയുണ്ടെന്ന് പറയൂ. ഓക്കെ പറയൂ. ഗുഡ് ആണോ? ശരിക്കും നേരെ ഉണ്ടാക്കണ്ട നേരെ ചെല്ലു ടേസ്റ്റില്. പപ്പ പാകില്ലപ്പാ
ഓക്കെ യു ഗൈസ് അല്ല ആപ്പക്ക് ബേസായി ഗൈസ് കണ്ണാടിയല്ലോക്ക് ഇല്ല ഇല്ല അന്റെ ഉപ്പ മുടി അർപ്പിച്ചത് നോക്കി എന്റെ ലുക്ക് നോക്കി ഇപ്പോഴോ ഇതെവിടെ കണ്ണാടിയല്ലോക്ക് ഗൈസ് കറുപ്പിച്ചാൽ എന്താ ഗൈസ് ആപ്പക്ക് കണ്ണ് കാണാണ്ട് കണ്ണാടി വെച്ച് നോക്കണ്ട ഐ തേങ്ങ വീണോണ്ടാ ചായ കുടിച്ചോ ഓക്കെ ഗൈസ് നമ്മൾ ആപ്പാക്കും പപ്പാക്കും ചായ കൊടുത്തു ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമുക്ക് എന്താക്കാൻ പറ്റുന്നത് ഇന്ന് വാട്ട് യു നോ ഗൈസ് ഇന്ന് ജസ്റ്റ് വെയിറ്റ് എൻ്റെ ഷാളൊക്കെ ഒന്ന് ശരിയാക്കിയിട്ടെ ഓക്കെ ഗൈസ് പപ്പാക്കും ആപ്പാക്കും ചായ കൊടുത്തു ആൻഡ് വാട്ട് അത് ഞാൻ പറഞ്ഞില്ല ഒരിക്കലും എന്നിട്ട് ഞാൻ ബ്രേക്ക് എടുത്ത് തട്ട് ശരിയാക്കിയതാണ് അപ്പോൾ ഇന്ന് ഇനി കുറച്ചുകൂടി പണിയുണ്ട് ഗൈസ് അടിക്കാനുണ്ട് പിന്നെ ബെഡ്റൂമെല്ലാം കുറച്ച് ക്ലീൻ ആക്കാനുണ്ട് എന്ത് പറഞ്ഞെങ്കിൽ ഇന്ന് നമ്മുടെ വീട്ടിൽ മഹാറാണി ഇന്ന് വരുന്നുണ്ട് അതായത് നമ്മുടെ സെന അവൾ വന്നതിന് ശേഷം മുക്കും മൂലയും പരിശോധിക്കുന്നതായിരിക്കും അവിടെ കച്ചറുണ്ടോ ഇവിടെ കച്ചറുണ്ടോ ഉണ്ടെങ്കിൽ ഓൺ ദി സ്പോട്ട് നമ്മളെ കൊണ്ട് എടുപ്പിക്കും സോ ഓൾ വരുന്നതിനായിട്ട് മുന്നേ നമുക്ക് എല്ലാം എടുത്ത് ക്ലീൻ ആക്കി വെക്കാം ഗൈസ് നിങ്ങളെ പോലത്തെ ആട്ടത്തിൽ ഇങ്ങനെ ഞാൻ പറയണം ഫോക്കസ് കൈയടിയുന്നതായിട്ട് ലൈക്ക് മംഗല കഴിഞ്ഞിട്ട് പോയിട്ടായിട്ടും ഇങ്ങനെ വന്നിട്ടായിട്ട് അവിടെ ക്ലീൻ ആക്കിനാ ഇവിടെ ക്ലീൻ ആക്കിനാ അത് ശരിയാക്കിനാ ഇത് ശരിയാക്കിനാ ചോദിക്കണം ഇവിടെ സ്ഥലം ചോദിക്കും ഗൈസ് എപ്പോൾ ചോദിക്കും അതെടുത്തിനാ ഇതെടുത്തിനാന്ന് വീഡിയോ കോൾ ആക്കിയിട്ട് എടുത്തിനെന്ന് ചില സമയത്ത് നമ്മൾ കള് പറഞ്ഞെങ്കിൽ അത് കാണിക്കാൻ പറയും അപ്പോൾ നമ്മൾ കള്ളത്തരം പൊടിക്കും സോ ഓള് ഉച്ചക്ക് വരുന്ന പറഞ്ഞാൽ മാത്രം ഉച്ചക്കിടുമ്പോൾ ഇല്ലാത്തതുകൊണ്ട് വൈകുന്നേരം വരുന്നില്ല അപ്പോൾ വരുമ്പോൾക്ക് എല്ലാം ക്ലീൻ ആക്കണം പിന്നെ ഞാൻ കുക്കാക്കെന്ന് പറഞ്ഞിട്ട് ഗൈസ് അത് സീക്രറ്റായി തന്നെ ഇരിക്കട്ടെ സോ അത് കുക്കാക്കാൻ വേണ്ടിയിട്ട് സാധനം വാങ്ങാൻ ഞാൻ തന്നെ പോകണം സോ ഓക്കെ ഗൈസ് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല ബായ് ഗൈസ് വീഡിയോ എടുത്തില്ല ഞാൻ എടുക്കുകയില്ല എടുത്തെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞിട്ട് കഥ തീരില്ല സോ വാട്ട് നമുക്ക് ഫസ്റ്റ് ക്ലീൻ ആക്കണം കുളിക്കണം എൻ്റെ മൂടെല്ലാം കാണുന്നില്ല ഗൈസ് തലയിൽ മരുന്ന് തേച്ചിട്ടുണ്ട് സോ മുടിയെല്ലാം വാട്ട് എണ്ണ തേച്ച കുട്ടി പോലെ ആയിട്ടുണ്ട് സോ അതിന് മുന്നേ നമുക്ക് വേഗം ക്ലീൻ ആക്കിയിട്ട് കുളിച്ചിട്ട് സാധനം വാങ്ങാൻ വേണ്ടി പോകാം ഗൈസ് സ്റ്റാൻഡ് പൊളിഞ്ഞതുകൊണ്ട് അതിൻ്റെ ഇടയിൽ സ്റ്റാൻഡ് ആക്കാൻ നോക്കിയതാണ് ബട്ട് നടന്നില്ല എല്ലാം നമുക്ക് എടുത്ത് വെക്കാം ഇനി ഓക്കെ ഗൈസ് ഫൈനലി എനിക്ക് എൻ്റെ ബെഡ് പിരിച്ച് കഴിഞ്ഞു ബെഡിൽ ഞാൻ വെക്കുന്നത് ബ്ലാങ്കറ്റ് തലങ്ങാണി പിന്നെ ബാഗിനോട് പിരിച്ച കൂടിയിട്ടല്ല ഗൈസ് അങ്ങക്ക് അമ്മ ബാഗ് അവിടെ വെച്ചില്ല ഞങ്ങൾക്കൊരു ഒരു സമാധാനമില്ല ബാഗ് ഞാൻ ആരും എടുത്ത് മാറ്റാൻ പറഞ്ഞു ഞാൻ മാറ്റിയില്ല ഗൈസ് ബാഗ് അങ്ങ് അവിടെ ബെഡിൻ്റെ അടുത്ത് തന്നെ വേണം പിന്നെ ബ്ലാങ്കറ്റ് നമ്മൾ തലങ്ങാണിൻ്റെ അടിയിൽ വെച്ചു എല്ലാം പിരിച്ച് ക്ലീൻ ചെയ്തു ഇനി നമുക്ക് അടിച്ചു വാരം ഗൈസ് അടിക്കുന്നതിന് മുന്നേ നമുക്ക് എന്താക്കാം ഈ തുണിപ്പായം കൂടി ഒന്ന് എടുത്ത് മടക്കി വെക്കാം ഇത് ഡാഡിയുടെ പാൻസും കുപ്പായമാണ് സോ നമുക്കിത് എടുത്ത് മടക്കി വെക്കാം ഗൈസ് എനിക്ക് ഈ തുണിപ്പായെല്ലാം മടക്കി വെക്കണമെന്നുണ്ട് തട്ടിന്ന് എടുക്കാനുള്ളൊരു മനസ്സിലായി മടക്കി വെക്കാൻ പിന്നെ ഒരു ബാന വന്നു ഗൈസ് ഉമ്മാൻ്റെ ബെഡ്റൂമിൽ അങ്ങനെ കൊണ്ടിട്ടങ്ങാന്നിരിക്കുന്നു മാത്രം മടക്കി വെച്ചാൽ പ്ലസ് പോയിന്റ് ഉമ്മ പറയും ആ മടക്കിയിട്ടുള്ള വെച്ചിനായില്ല പറയും അങ്ങനെ കൊണ്ടിട്ടിരുന്നു സോ അങ്ങനെ കൊണ്ടിടാറാണ് പതിവ് ബട്ട് ഐ തിങ്ക് ഇന്ന് നമുക്ക് മടക്കി കുറച്ച് സുന്ദരമായി കൊണ്ടുവെക്കാമെന്ന് ഗൈസ് നമുക്ക് ഇത്ര തുണിപ്പായം മടക്കി വെക്കണം വന്നിട്ടു ഇത് കുറച്ച് ചണ്ടിയുള്ളത് കാരണം നമുക്ക് ഇത് വെയിലത്തിട്ട് ഉണക്കിയെടുക്കാം ഗൈസ് ഷെസാൻ്റെ കട്ടിൽ ഇന്ന് പിരിച്ചു കൊടുത്തിന് ഷെസാൻ്റെ അവിടെ ബാഗ്സ് എൻ്റെ ബാഗ് വെക്കുന്ന കണക്കാണ് ഇവരുടെ വെക്കല്ല മാത്രം ഞാനും മടിയാകുന്നത് കാരണം എൻ്റെ ബാഗിടെ വെക്കുന്ന കണക്ക് ഓരോ ബാഗും വെച്ചിന് ബാഗ് വെക്കേണ്ട സ്ഥലം മീത്തയാണ് മാത്രം മീത്ത കൊണ്ടുപോകാൻ മടിയാകുന്നത് കാരണം നമുക്ക് ഇവിടെ തന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം വീഡിയോ കാണുന്നവർ വിചാരിക്കണം ഞാൻ ഭയങ്കര മടിയെത്തിന്ന് ആക്ച്വലി ഞാനൊരു മടിയെത്തി തന്നെയാണ് ബട്ട് വാട്ട് ചില സമയത്ത് ഞങ്ങൾക്ക് തോന്നി ഞാനെല്ലാം ക്ലീനാക്കി എടുത്തേക്കും അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് മീത്ത് കൊണ്ടുവയ്ക്കാൻ മടിയാകുന്നത് കാരണം അവർ ബാഗ് ഇവിടെ വെച്ചിട്ട് ബാക്കിയെല്ലാം ക്ലീനാക്കി എടുത്തു ഗൈസ് ഇത് സെനാൻ്റെ ബെഡ്റൂം എല്ലാം പിരിച്ച് വെച്ചിട്ടുണ്ട് അതിനെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാനേ ഉള്ളൂ പിന്നെ ഞാൻ എൻ്റെ സാധനം അതാ അതിലിപ്പോൾ ഒരു ട്രൈപ്പോഡ് എടുത്തിന് അങ്ങനെ അതിനാടെ ബെഡിന് മീത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിടെ നമുക്ക് നിലത്തെല്ലാം അടിച്ച് കുറച്ച് കച്ചറുണ്ട് സോ ഇവിടെ ക്ലീനാക്കാം
ഗൈസ് വീഡിയോ എടുത്തുകൊണ്ട് പണിയാകുമ്പോൾ രണ്ടും നടക്കുന്നില്ല ഗൈസ്. ഭയങ്കര ഡിലേ ആവുന്നു. അത് ആടെ വെക്കാൻ പോകുമ്പോൾ അത് ഓഫാക്കണം, എന്നിട്ട് അതിൽ ഓണാക്കണം. സോ ഞാൻ വിചാരിച്ച് അടിച്ചിട്ടെല്ലാം ആയിട്ട് ഇനി നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു അത് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഓക്കെ ഗൈസ്, ഞാൻ വീട് അടിച്ചു ആയിട്ട് ഞാൻ പറഞ്ഞത് തന്നെ കുറേ വട്ടം പറഞ്ഞാൽ എനിക്കറിയില്ല. എനിക്ക് പറഞ്ഞാൽ എനിക്കുണ്ട് എന്ത് പറഞ്ഞെങ്കിൽ ബോളത്തി പോലെ ആയിപ്പോയി ഗൈസ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഗൈസ് നമുക്ക് ഞാൻ പറഞ്ഞത് തന്നെ കുറേ വട്ടം റിപ്പീറ്റ് ആക്കി എനിക്ക് തോന്നുന്നു. വീഡിയോ എഡിറ്റ് ആക്കുമ്പോൾ വേണം നോക്കാൻ വേണ്ടിയിട്ട്. സോ നമുക്കിനി അടിക്കാനും കുറച്ച് പ്ലേറ്റ്സ് വാഷ് ചെയ്യാനും കൂടി ഉണ്ടെങ്കിൽ ഫുൾ കഴിഞ്ഞ് ഗൈസ്. എന്നിട്ട് നമ്മൾ കുളിച്ച് നമ്മുടെ പണി തുടങ്ങുന്നതായിരിക്കും. സോ ഇങ്ങനെ കഥ പറഞ്ഞ് നീട്ടാണ്ട് പകുതി സമയം എൻ്റെ കഥ പറഞ്ഞിട്ട് പോകും, പകുതി ചിന്തിച്ചിട്ട് പോകും. സോ അങ്ങനെ പകുതി പോകുന്നത് കാരണം നമുക്ക് എന്താക്കാം ഒക്കെ എന്തറിയില്ല ഗൈസ്. വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ മൂടെല്ലാം ഇങ്ങനെ ചൊറിയുന്നു. സോ ബാക്കി നമുക്ക് ക്ലീനാക്കി വന്നിട്ടായിട്ട് കാണാം. പിന്നെ കൈ എക്സ്പ്രഷൻ അത് പണ്ടേ ഉണ്ട്, അതുകൊണ്ട് അത് പിന്നെ ഒരു പ്രശ്നമല്ല ഗൈസ്. ഓക്കെ ബായ്. ഗൈസ് എൻ്റെ പണിയെല്ലാം ആയി, കുളിച്ച് എല്ലാം റെഡിയായി, പീടെ പോയി സാധനമെല്ലാം വാങ്ങിച്ച് എല്ലാം വന്ന് ഗൈസ് എല്ലാം കഴിഞ്ഞാൽ ഇനി നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഇനി നമുക്ക് എന്താക്കാം, പായസം ഉണ്ടാക്കാം. ഉമ്മ എല്ലാം പറഞ്ഞ് തന്നിട്ട് പോയിന്. ഏറ്റവും മഴ പറഞ്ഞു നീ ആക്കുന്ന ശരിയാവോ ഞാൻ പറഞ്ഞ പിള്ളേരാക്കിയിട്ട് എനിക്കറിയാം ഞാൻ ഉണ്ടാക്കിനി മാത്രം ഉമ്മൻ്റെ ഹെൽപ്പില്ലാണ്ട് ഉണ്ടാക്കുന്ന ഫോർ ദ ഫസ്റ്റ് ടൈം. സോ അവിടെ മക്രോണി കണ്ടിട്ടാകുമ്പോൾ മക്രോണി വാങ്ങിച്ചു ഗൈസ്, ഉമ്മക്കറിയില്ല. അപ്പോൾ ഞാൻ വിളിച്ച് മക്രോണിയും കൂടി ഇന്ന് ഉണ്ടാക്കാമെന്ന്. സാധാരണ മക്രോണി പറ്റുന്നു ഞാൻ വാങ്ങിച്ചിട്ടാകുമ്പോൾ. അപ്പോൾ ഇത് പറ്റുമെന്ന് നമുക്കറിയില്ല, ഞാൻ കണ്ട് വാങ്ങി. സോ ലെറ്റ്സ് മേക്ക് ഇറ്റ് ആൻഡ് ടേസ്റ്റ് ഇറ്റ് ഗൈസ്. ഇതൊക്കെയാണ് ഞാൻ പീടികയിൽ നിന്ന് വാങ്ങിച്ച സാധനം. പ്ലസ് എന്താണെന്ന് വെച്ചാൽ പാലും വാങ്ങിയിട്ടുണ്ട് ഗൈസ്. എന്നെ എത്രത്തോളം കാണുന്ന എനിക്ക് അറിയില്ല. എൻ്റെ പണ്ട് ലൈറ്റ് വരുന്നത് എൻ്റെ തല കിട്ടുന്നത്. സോ ഫസ്റ്റ് നമുക്ക് പാല് ചൂടാക്കാം. അല്ല മറന്നിട്ട് ഗൈസ്, ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഗൈസ് അപ്പുറം പപ്പയുടെ പാട്ട് നടക്കുന്നുണ്ട്. നമുക്ക് പാലിൻ്റെ കൊട്ടയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കി കൂട്ടാം. നമുക്കറിയില്ല അങ്ങനെ എല്ലാവരും ആക്കലുണ്ടാണ്, ബട്ട് ഇവിടെ അങ്ങനെ ചെയ്യാറുണ്ട് ചില സമയത്ത്. ഓർമ്മയുണ്ടെങ്കിൽ ചെയ്യും, ഞാൻ ഓർമ്മയില്ലെങ്കിൽ ചെയ്യില്ല. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് 2 കൊട്ട ഓഫ് പാൽ, 2 പാക്ക് പാൽ. അയ്യോ സോറി ഗൈസ്, സ്കെച്ച് കളിക്കണം. വെയിറ്റ് ഗൈസ്, സോറി ഫോൺ വീണ് പോയതാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് 2 പാക്കറ്റ് പാലിൻ്റെ പായസമാണ്. 2 പാക്കറ്റ് പാലിൻ്റെ പായസം ഫ്ലോപ്പായാൽ എന്താക്കാൻ ഒന്നുമാവില്ല. മേ ബി പെട്ടുകൊള്ളില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഫസ്റ്റ് നമ്മൾ പാല് തിളപ്പിക്കണം ഗൈസ്. പാല് വെള്ളമല്ല ഉണ്ട്, പാൽ വെള്ളം തന്നെ ഉണ്ടെന്നത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം, പ്രശ്നമില്ല. ഇനി നമുക്ക് ഈ പാലെടുത്തിട്ട് അടുപ്പിൽ വെക്കാം. ഒരു ഫോൺ ഗൈസ്. ഫസ്റ്റ് നമുക്ക് പാല് ചൂടാക്കാം. ഓക്കെ, പാല് ചൂടാക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് സേമിൻ്റെ അതുണ്ടാക്കാം. ഗൈസ് ഐ തിങ്ക് ടു മേക്ക് പായസം ബെറ്റർ ഈസ് ദിസ് ചട്ടി. അല്ലാതെ എന്തെങ്കിലും ഉള്ളിപ്പോക്കല്ലോ എന്നോ എന്താണെങ്കിൽ ബാക്കിയുള്ള ചട്ടിക്കെല്ലാം ഒരെണ്ണമുണ്ട് ഗൈസ്, പാങ്ങില്ല കാണാൻ. ബട്ട് ഇത് പാങ്ങുണ്ട്, അപ്പോൾ ഇങ്ങനെ ഒരെണ്ണമില്ല. സോ പ്രശ്നമില്ല ഗൈസ്, നമുക്ക് ഈ ചട്ടി എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഒരു ഷേപ്പ് ഇത് നമ്മൾ ഉണ്ടാക്കിയതല്ല ഗൈസ്, ഇങ്ങനെ ഇത് ദുബായിൽ വരുമ്പോഴേ ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെ ആയിരുന്നു, ഒരു ഒടിഞ്ഞ പാത്രം. ഓക്കെ, ഇത് ആകുമ്പോഴേക്ക് നമുക്ക് വെയിറ്റ് ഗൈസ്. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ കുക്കിംഗ് സ്കിൽസ് കാണിച്ചു തരാനുള്ള സെറ്റപ്പ് ഒന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്താക്കി പറഞ്ഞെങ്കിൽ ചെറിയൊരു സ്റ്റാൻഡ് ഞാനിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരാക്കിയ ശേഷം കയ്യിലെടുത്ത് കാണിച്ചു തരാം. അപ്പോൾ തീൻ്റെ ഈ ചട്ടിയിൽ തീ നമ്മൾ ഓഫാക്കി. എന്താ പറഞ്ഞെങ്കിൽ കാഷ്യൂ കിസ്മിസ് ഇങ്ങനെ ആക്കിയിട്ട് എടുക്കുമ്പോൾ അന്ന് ഞാനൊരു ദിവസം തീ കൂട്ടിയിട്ടാക്കി പോയിട്ട് എനിക്ക് കരിഞ്ഞു അതിന്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം.
ഫസ്റ്റ് ആക്കുന്ന നടുവിലാക്കുന്ന നമുക്ക് അറിയുന്നില്ല. നമുക്ക് ഇരിക്കുന്ന ഫസ്റ്റ് ആക്കിയിട്ട് ഒരു ബൗളിലാക്കി വെക്കാമെന്ന്. സോ ഫസ്റ്റ് നമുക്ക് വെയിറ്റ് ഈ കാഷ്യൂ കിസ്മിസ് വറുത്തെടുക്കാം. ഗൈസ് ഞാൻ ഏറ്റവും കുറവ് കിട്ടുന്ന അത്ര വെച്ച് വന്നിന് എൻ്റെ പറഞ്ഞത് കാഷ്യൂ കിസ്മിസ് ഇടപെടലിനെ പാങ്ങണ്ടായിട്ട് ഗൈസ്. സോ നമുക്ക് തൽക്കാലം പായസത്തിലേക്ക് ഇത്ര മതി. സോ ഇത്ര എടുത്തോ. ഇനി നമ്മളൊരു നെയ്യെടുക്കാൻ ഒരു സ്പൂണും ഒരു കയ്യിലെടുത്ത് തരാം. ഗൈസ് അടുത്ത കയ്യിലിത് സ്പൂൺ ഇത് ഇത്ര വലിയ സ്പൂണൊന്നും ആവശ്യമില്ല, എന്നാലും നമുക്ക് എടുക്കാം. ഇത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ലെറ്റ് മീ ഷോ യു ഇത്ര നെയ്യ് എടുത്തിട്ടുണ്ട്. ഇത് ഫാസ്റ്റ് എടുക്കാൻ പറഞ്ഞുകൊണ്ട് വെയിറ്റ് ഗൈസ് ഞാൻ ഫസ്റ്റ് ഇതിലേക്ക് ഇട്ട് എന്നിട്ട് ഇതിങ്ങനെ ആക്കി കൊടുക്കാം. നമുക്ക് ഇത് ബോൾ പോലെ ആവുന്നില്ലല്ലോ. ഇത് കരിയൂന്ന് തോന്നുമ്പോൾ നമുക്ക് ബെയിനെടുത്ത് മാറ്റാം. കരിഞ്ഞല്ലേ? ഇല്ല, ബോൾ ഷേപ്പ് ആവുന്നുണ്ട് ഗൈസ്. ഓക്കെ മതി ഇത്ര ബോളായാലും മതി. നമുക്ക് വെയിറ്റ് ഇങ്ങനെ ചട്ടി അടുപ്പ് നടക്കും. അതേ രക്ഷയുണ്ട് ഗൈസ്. അല്ല, ചട്ടി അടുപ്പ് നടന്നെങ്കിൽ ഇത് കറക്കുന്നില്ലേ? വെയിറ്റ് ഗൈസ്. സോറി ഗൈസ്, എൻ്റെ ബുദ്ധിയില്ലായ്മ കാരണം നമ്മൾ ആ കാഷ്യൂ കിസ്മിസ് ഈ ഒരു പരുവത്തിലേക്ക് ഇതിങ്ങനല്ലേ പണ്ടാല്. തൽക്കാലം നമുക്ക് ഇത്ര മതി ഗൈസ്. ഓരോരോ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ആക്കാൻ പഠിക്കണം. എല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ആക്കാൻ പഠിക്കണം. ഓക്കെ, സോ അതിൻ്റെ അതിൽ അത്ര മതി എന്നൊക്കെ തോന്നുന്നു. ഇത് ചിലപ്പോൾ ആയിട്ടുണ്ടായില്ല. നല്ല പായില്ല, പൊള്ളി ഗൈസ്. സാരമില്ല, ഇത്ര മതി. ഇത് ഫസ്റ്റ് ബോളായി ഉണ്ടായി, പിന്നെ ഇത് ഈ ഷേപ്പിലേക്ക് എത്തി. നമുക്ക് ഫോൺ വിളിച്ചിട്ട് ചോദിക്കാം. വേറെ മുന്തിരിയില്ല എൻ്റെ കയ്യിൽ, ഞാൻ വാങ്ങിച്ചില്ല. ഇനി നമുക്ക് തീയാക്കിയിട്ട് ഇത് പൊട്ടിച്ചിടാം. നമുക്ക് എന്താ കാരണം, ഇനി നമുക്ക് ഗ്യാസ് അടുപ്പ് കത്തിച്ചിട്ട് കാണുന്നില്ല ഗൈസ് എൻ്റെ എന്താ ബട്ട് മൈ കുക്കിംഗ് സ്കിൽസ് ഗൈസ്. ഞാൻ എടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് നെയ്യ് ഇട്ടിട്ട് ഫസ്റ്റ് പൊട്ടിച്ച് വെക്കണം. നെയ്യ് നമുക്ക് തീർത്തെടുക്കാം. നമുക്ക് ഗൈസ് എന്നെ കാണുന്ന അറിയില്ല, നമുക്ക് ലൈറ്റൊന്നുമില്ല ഗൈസ്. ഒന്നും മേക്കപ്പ് ചെയ്തില്ല, പ്രശ്നമില്ല ഗൈസ്. മേക്കപ്പൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. എനിക്ക് കണ്ടെടുക്കണം അല്ലേ? സോറി ഗൈസ്. ഫസ്റ്റ് നമുക്ക് തീ അതിൽ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കണക്കെടുക്കാൻ വേണ്ടി പ്ലേറ്റ് എടുത്ത് തരാം. അപ്പോഴേക്ക് ഈ പാലാവൂന്ന് എൻ്റെ മനസ്സ് പറയും ഗൈസ്. നെക്സ്റ്റ് നമുക്ക് കുറച്ച് കോലെടുത്തിട്ട് പൊട്ടിച്ചേർക്കാം. ഗൈസ്, നമ്മൾ ശരിക്കും ഇത് ഇത്ര വലുതായി മുറിച്ചോടാം. നമുക്ക് ഇത് ചെറുതാക്കാൻ എന്താ കാരണം ഇങ്ങനെ മുറിച്ച് ഞാൻ ഉണ്ടാൻ കഴിയുന്നില്ല. നമുക്ക് ഇനി എങ്ങനെ ഒരു ചെറുതാക്കണം ഗൈസ്. പാല് ചൂടായി പോകണ്ട പറഞ്ഞ് തിരക്ക് പിടിച്ചിട്ട് നമുക്കിത് വലുതായി പോയി. നമുക്കിങ്ങനെ റോസ്റ്റാക്കാൻ ഇടുമ്പോൾ കുറച്ച് ചെറുതാക്കിയിടണം. പായസത്തിനെ കുറച്ചുകൂടി ചെറുതാക്കണമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇത്ര എന്തെല്ലാം ആരെങ്കിലും പായസത്തിലിടലുണ്ട്. എന്തായാലും ഇതിൻ്റെ മിക്സ് നമുക്ക് കണ്ടിട്ടാകുമ്പോൾ ഇപ്പം എൻ്റെ പാല് തളിച്ച് മാറിയാണ് ഗൈസ്. ലെറ്റ് മീ ഷോ യു.
ടടാ. ഗൈസ് ഊതിട്ട് നമ്മളിങ്ങനെ താത്തി കൊടുക്കാം. വേണേൽ ഈ കയ്യിലിട്ട് ചെള്ളുന്നതിൽ പ്രശ്നമില്ല എന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് പുതിയ കയ്യിലെടുക്കാം. അല്ല, തീ ഓഫാക്കിപ്പോയി ഞാൻ. ഇത് തളിച്ച് വന്ന് എൻ്റെ ഈ പായസ സ്കില്ല് കണ്ട് ഞാൻ ഒരു കുറ്റം പറയരുത് കേട്ടോ. എൻ്റെ ബ്ലോഗ് നോക്കുന്നവരോട് ഇഷ്ടമാക്കായി. ഓക്കെ ഗായ്സ്, ഇതാദ്യമേ തളിച്ച് തന്നിട്ട് നമുക്കിത് ഓഫ് ചെയ്ത് പായസം വറുക്കാം. സേമി വറുക്കാം. എൻ്റെ പുതിയ വീട് കുടിയാലാണ് കേട്ടോ. ഓക്കെ ഫൈൻ. ഇനി നമുക്ക് ഈ ചട്ടിയിലേക്ക് നെയ്യ് ഓൾറെഡി ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സാധനം സേമി നമുക്ക് ഇതിലിട്ട് വറുത്തെടുക്കാം. അതിന് മുന്നേ ഞങ്ങൾക്ക് വിചാരിക്കുന്നത് സേമിനെ കുറച്ചുകൂടി കണ്ടാക്കുന്നത് നമുക്ക് നല്ലതായിരിക്കുമെന്ന്. സോ ഫ്ലെയിം ഓണാക്കിയിട്ട് ഇടുമ്പോൾ കണ്ടാക്കാം. അത് ഇടുമ്പോൾ എങ്ങനെ കണ്ടാക്കുമെന്ന് നമുക്ക് അറിയില്ല ഗൈസ്. ലെറ്റ് മീ ഷോ യു. ഈ വ്ളോഗ് കാണുമ്പോൾ എൻ്റെ ഉമ്മ പറയും, ഞാൻ പറഞ്ഞിട്ടേ ഞാൻ ഭംഗിട്ട് ഉണ്ടാക്കാന്ന്, നിൻ്റെ മറപ്പല്ലേ എന്ന് പറയും. ലോ ഫ്ലെയിം ആക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് ഇത് ചെയ്തെടുക്കാം. അല്ല റബ്ബേ, ഇത് കരിഞ്ഞു പോയി. ഒക്കെ തോന്നുന്നു നെയ്യ് തേങ്ങിട്ടാണ് ഗൈസ്. ലെറ്റ്സ് ആഡ് സം മോർ നെയ്യ് ടു ദീസ്. നെയ്യില്ല ഗൈസ്, നമുക്ക് നെയ്യ് നമ്മൾ വിട്ടുപോയി. എനിക്ക് സാബുനരിപ്പ് ഗൈസ്. ഇത് പായസം മാറിയിട്ട് വേറെന്തോ ആവോ? ഇതാ നോക്കൂ ഗൈസ്, എൻ്റെ കാര്യമായ അവർക്ക് തീ കൂടിയായിട്ട് തോന്നുന്നല്ലോ. ഓഫ് ചെയ്യാലേ? ഇത് ഭർത്താന്തല്ലേ? ഓഫ് ചെയ്യാം നമുക്ക് ഗൈസ്. സാബുനരി നോർമലി കുക്കറിലാണ് നോക്കൽ. മാത്രം നമ്മളെടുത്ത കുക്കർ താൽക്കാലികമായി പൊളിഞ്ഞത് കൊണ്ട് ഞാൻ ഇങ്ങനെ ബേയിക്കാന്ന് ഇരിച്ചു. ഉമ്മ ഇങ്ങനെ ബേയിക്കുന്നൊരു ട്രിക്ക് തന്നെ പറഞ്ഞത്. ഇങ്ങനെ ആയിരിക്കുമെന്ന് വിശ്വസിക്കാം നമുക്ക്. ബട്ട് എൻ്റെ സേമിക്കൊക്കെ എന്തോ ഒരു പന്തികേട് തോന്നുന്നു. ഇതിങ്ങനെ അല്ലേ പാവല്? ഇതെന്തോ സാരില്ല ഗൈസ്, എല്ലാം ഒരു പരീക്ഷണമാണല്ലോ ഗൈസ്. ആക്ച്വലി ഈ കളർ തന്നെയാണ് നമ്മളെ സേമി ആവേണ്ടത്. ഞാൻ പേടിച്ചുപോയി. ഞാൻ ഇപ്പോൾ ദേ പോയിട്ട് യൂട്യൂബ് നോക്കി. അപ്പോൾ അവർ പറഞ്ഞ് ഈ കളർ തന്നെയാണ് ആവേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. സാബുനരി ഗൈസ്. ഇതാണ് എൻ്റെ പുതിയ സ്റ്റാൻഡ് ഞാൻ ആക്കിയത്. ഈ സ്റ്റാൻഡ് ഒറിജിനലാണ്, മാത്രം ഇത് നമുക്ക് ശരിയാവുന്നില്ല. സോ ഇത് ഉപയോഗിച്ചു. അതും വർക്കാവുന്നില്ല. നമ്മൾ സാബുനരി ഇടേണ്ടത്. ഇനി നമുക്ക് എന്താക്കുകയാണെങ്കിൽ തീ കത്തിച്ച് കൊടുക്കാം. എന്നിട്ട് മല്ലയിലേക്ക് പാലൊഴിക്കാം. കിടന്നു ഗൈസ്. അത്യാവശ്യം നല്ല കുളമാവലായി. സോ നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുത്ത് എന്ത് ടേസ്റ്റ് ഉണ്ടാവുമെന്ന് അള്ളാഹ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇത് ഐ ഹാവ് നോ ഐഡിയ. ബിക്കോസ് ഓഫ് ഇടേണ്ടാത്ത സമയത്ത് ഞാൻ എന്തെല്ലോ ഇട്ട്, ഇടേണ്ട സമയത്ത് ഞാൻ എന്തും ഇട്ടില്ല. ഞാൻ എന്തെല്ലോ ആക്കി. ഇതെങ്ങനെ ഉണ്ടാവുമെന്ന് റബ്ബിനറിഞ്ഞ്.
വേസ്റ്റ് ആങ്ങ് നമ്മ കൊല്ലും ഗൈസ്. ബർത്ത്ഡേ നമുക്ക് ഒരു ദിവസം സെലിബ്രേറ്റ് ആക്കാം. ഇനി കുറച്ച് സേമി കുറഞ്ഞു പോയാൽ നമുക്ക് ഡൗട്ടുണ്ട്. ഇനി ഞാൻ ഇത് ഒരു ശരിക്കുള്ള പരുവത്തിലേക്ക് എത്തിക്കാണിച്ചു തരാം. ഗൈസ് ഫൈനലി മൈ പായസം ഈസ് ഇൻ ദിസ് സ്റ്റേജ്. നമുക്ക് അറിയുന്നില്ല ഗൈസ്, ഈ പായസത്തിന് എന്തോ ഒരു കുറവുണ്ട്, അത് എന്തോ നമുക്ക് അറിയുന്നില്ല. സാറില്ല ഗൈസ്, ഉമ്മ വന്നിട്ട് ബാക്കി ശരിയാക്കാം. ആഫ്റ്റർ എഫക്റ്റ് ഓഫ് പായസം കണ്ട ഒരു പായസം ഉണ്ടാക്കിയുള്ളൂ ഗൈസ്. അത് തണിക്കാൻ പോകുമ്പോൾ അത് നിലത്തും മറന്നു പാങ്ങണ്ട പായസോ നോക്ക് മൂടൊക്കെ ദിവ്യാക്കി പായസം പാങ്ങണ്ടല്ലേ വേണ്ട. സമ്മാനം ഓക്ക് സമ്മാനൊന്നും വേണ്ട അല്ല നോക്കുന്നില്ല ഗൈസ്. ഫൈനലി നമ്മളെ അമ്മച്ചി വന്നിരിക്കണു, തമ്പുരാട്ടി വന്നു ഗൈസ്. നമ്മളെ വീട്ടിലെ തമ്പുരാട്ടി ഇപ്പോഴാണ് ഗൈസ് എഴുന്നള്ളിയത്. അവൾക്ക് എടുത്തോളം സമയം ഉണ്ടായിട്ടാ. ഞാൻ വ്ളോഗ് എടുക്കുന്നുണ്ട്. നിന്നോട് ചെല്ലേണ്ടത് എല്ലാവർക്കും അറിയട്ടെ, ഇത് നിന്റെ കാക്ക ഇത് എല്ലാതിന്റെ കൊക്കയിലെ നിന്റെ മൂക്കിന്റെ ഗൈസ്. ഇവള് കൊറേ ദിവസം നിക്കുന്ന തോന്നുന്നു, കൊറേ കെട്ടുകൊണ്ട് വന്നിന്. ഇങ്ങനെയാ ഒരു പരിക്ക് വരുമ്പോ കെട്ടുണ്ടായാല് ഗൈസ് ഇത് പോകുന്നില്ല തോന്നുന്നുണ്ട്. കണ്ടാ പോകുന്നില്ല. ഇന്ന് ഞാൻ വെച്ച പായസം കുടിക്കാവാ. ഓ ഗൈസ് ശരിക്ക് ഗിഫ്റ്റ് ഉണ്ട്. നാളെ താങ്ക് യു ഗൈസ്. ഇത് ഷെയറിന്റെ ചട്ടിയാണ്. വാ ഞാൻ തിന്നിട്ടില്ല ഗൈസ്. ഇത് സർപ്രൈസ് ആണ്. ഉമ്മ പോകുമ്പോൾ ചപ്പാത്തി കിട്ടുന്ന പറഞ്ഞിനി. അങ്ക് ചപ്പാത്തി വേണമെന്നുണ്ടായിട്ട് അവിടെ ഗൈസ്. നമുക്ക് നമ്മുടെ പായസം സനാക്ക് കൊടുത്ത് ഇല്ല ഞാൻ അറിയാണ്ട് കുളിച്ചിട്ട് ഓള് അറിഞ്ഞിട്ട് വിളിച്ചിട്ട് എന്താ ഗൈസ്. ഓക്കെ അപ്പൊ അതിന്റെ പായസം തരുന്ന കുടിച്ചു നോക്കൂ എങ്ങനെയുണ്ടെന്ന് പറയാം. എന്റെ പായസം അവിടെ വന്ന നീ അത് നീലക്കുയിലാക്ക ഞാൻ ബാക്കിൽ വെച്ചിട്ട്. ഞാൻ ആദ്യമായി എൻ്റെ കൈകൾ കൊണ്ട് ഒരാളുടെ സഹായമില്ലാതെ വ്ളോഗും പായസവും ഹാൻഡിലാക്കിയതിനെ കുറിച്ച് നിനക്ക് എന്താണ് പറയാനുള്ളത്? വെള്ളെന്ന് പറഞ്ഞ മന്ദമതി ഓക്കെ കണ്ട അപ്രീഷിയേറ്റ് ആക്കേണ്ട പകരം യോടിപ്പല്ലേ ഗൈസ്. തൊണ്ടിയായിപ്പോയി മംഗലം കഴിഞ്ഞാൽ. തൊണ്ടികളുടെ എല്ലാ സ്വഭാവം ഇവൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പിന്നെ അങ്ങനെ സപ്പാന്റെ ഇബ വന്നു സർപ്രൈസ് ആയിട്ട്. ഗൈസ് അങ്ങനെ ഒരു ആഫ്റ്റർനൂൺ ടൈമിൽ ഞങ്ങൾ മുറ്റത്തിരുന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായി. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ സ്ഥലപ്പിന്നെ എന്ത് സഫാണ് ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന്. ഇല്ലെങ്കിൽ ഇത്രയല്ല ഇയറായിട്ട് ലൈക്ക് ഇപ്പോൾ 10 ഇയേഴ്സിൻ്റെ അടുത്തായി ഞാൻ ഹിബ ഫ്രണ്ട്സായിട്ട്. അങ്ങ് കിട്ടുന്ന ഫസ്റ്റ് വിഷ് എപ്പോൾ ഹിബാൻ്റെയാണ്. മാത്രം ഇപ്രാവശ്യം ഹിബാനെ വിഷാക്കിയേ ഇല്ല. ലൈക്ക് 12 കഴിഞ്ഞിട്ട് ഞാൻ കുറേ 12 കഴിഞ്ഞിട്ട് 5 മിനിറ്റ്സ് കഴിഞ്ഞിങ്ങനെ ഞാൻ കരിയും എന്താ ഓളെന്നെ ആക്കിയിട്ടാലോണ്ട്. ഇപ്രാവശ്യം എന്തും ഇല്ലാത്തപ്പോൾ വിചാരിച്ചാൽ സാറില്ല പോട്ട് കോളേജിലായിട്ട് വിട്ടാന്ന് അങ്ങുള്ളിലൊരു ബേജാറുണ്ടായി. എത്രയെങ്കും എൻ്റെ ബർത്ത്ഡേ എല്ലാം വന്നെങ്കിൽ പിന്നെ എന്ത് ചങ്ങായി ഓളെന്ന്. മാത്രമേ ഓളുണ്ട് പെട്ടെന്ന് കേക്ക് പിടിച്ച് വരുന്ന ഗൈസ്. അപ്പം ഞാൻ ഷോക്കായിപ്പോയി. അപ്പം ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടാ. പിന്നെയാണ് ഓൾ വന്നിട്ട് കുറേ ദിവസത്തിന് ശേഷം കാണുന്നതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടായി. മാത്രം സേറി ശപ്പലിലെ ക്യാമറ ഉണക്കി പിടിച്ചാൽ ഞാൻ ചോദിച്ചുകൊണ്ടായി എന്നിങ്ങനെ പിടിച്ച് നിൽക്കുന്നതെന്ന്. ബയ്യാന്ന് ഹിബാൻ്റെ ചാച്ചി വിളിച്ചിട്ടാകുമ്പോൾ അങ്ങ് കാണുന്ന ഈ സാധനമെല്ലാം എൻ്റെ ബാക്കിൽ വെച്ചിട്ടുള്ള വീഡിയോ മീൻസ് ഇതിൻ്റെ ഒറിജിനൽ ലൈക്ക് എൻ്റെ ഉള്ള ഓഡിയോ തന്നെ ഉണ്ട്. അത് ഞാൻ ലാസ്റ്റ് ഇൻക്ലൂഡ് ആക്കാം. ഐ മീൻ ഈ ക്ലിപ്പിങ്സ് കഴിഞ്ഞിട്ടായിട്ട് ഞാൻ ഇൻക്ലൂഡ് ആക്കാം കുത്തൊക്കെ ഉണ്ട് ഇതിൻ്റെ വീഡിയോ. ഐ ഫീൽ ലൈക്ക്
ഓ മൈ ഗോഡ് നായിപ്പോയി. എന്താ എക്സ്പെക്റ്റ് ആക്കാണ്ട് എന്താ പറയുക, ഞാൻ ബാക്ക് തിരിഞ്ഞൊക്കെട്ടില്ല. ഓറിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് പറയുന്നത് ചുറ്റു നോക്ക് എന്ന്. ഞാൻ എന്താ പറഞ്ഞത് പപ്പാണ് സാധനം കളിച്ച് നോക്കിയിട്ട് എണീറ്റാ. ആഫ്റ്റർ ദാറ്റ് ഹിബാൻ്റെ ചാച്ചി വിളിച്ചിട്ടാണ് ഇത് പൊളിഞ്ഞത്. അവൾ ചോദിച്ച സർപ്രൈസ് കൊടുത്താന്ന്. അപ്പോൾ സാധനമാണ് ശരി ബാക്ക് തിരിഞ്ഞ് നോക്കുന്നത്. അങ്ങനത്തെ വാട്ട് ഒരു എന്ത് പറയുന്നതിന് അങ്ങനത്തെ ഒരു ബർത്ത്ഡേ ആയിരുന്നു ഗൈസ് ഈ ബർത്ത്. ഞാൻ ലൈക്ക് സെലിബ്രേറ്റ് ആക്കണോ അങ്ങനത്തെ എന്തോ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിട്ട് ഞാൻ കേക്ക് വാങ്ങണ്ട പറഞ്ഞ് എനിക്ക് എന്ത് വേണ്ട പറഞ്ഞിട്ടുണ്ടായി ഞാനാണ്. ബട്ട് ഓള് വന്നിട്ടയച്ച് എല്ലാം ഇങ്ങനെ ആക്കി. അങ്ങനത്തെ കഥ. ബൈ 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 ആക്ക ബൈ ആക്കടാ. ഇനി ചിരിക്കൂ ഗൈസ്. ഹിബ നിന്നെല്ലാവരും പറയൂ നിന്റെ നോക്കം കണ്ടിട്ട്. ഗൈസ് ഹിബാന്റെ നോക്കം കാണുമ്പോ സെക്കാന്നവർ ഡുക്കാൻ വേണ്ടു. ബൈ ബൈ. ഇങ്ങോട്ടേക്ക് തരാ എനിക്കല്ലോ. തിരിഞ്ഞു നോക്കിയല്ലേ സർപ്രൈസ് കാണല്. ഓര് എപ്പോഴേ കൊണ്ടുവച്ച് നിക്ക് വീഡിയോ എടുത്തിട്ട് വരെ കാണിച്ചു ബാക്കിൽ സാധനം ഉണ്ട് നമുക്ക് ബോളത്തിൽ നീ വീഡിയോ എടുത്ത് ഓളെ കണ്ടാക്കണം വീഡിയോ എടുക്കണം. ഗൈസ് ഹിബബയെ പോയി തിരക്ക് പിടിച്ചിട്ടൊക്കെ പോകണം പറഞ്ഞിട്ട് അന്നത്തെ ദിവസം ഗ്യാരണ്ടിന് എന്തോ ആയിട്ടുണ്ടായി. ഗ്യാരണ്ടി ബെരുന്ന് പോകുന്നുണ്ടായി. അങ്ങനെ നൈറ്റ് ജീജ് ഉണ്ടായിരുന്നു. നമ്മൾ നെയ്പ്പത്തേൽ ചിക്കൻ കറി ചിക്കൻ ഫ്രൈ അതെല്ലാം ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ തോന്നിയിട്ട് കുറേ കഥ പറ്റി ലസ്റ്റ് കേക്ക് കട്ടാക്കി. ആരെ ഹാപ്പി ബർത്ത്ഡേ? ഒരു മിനിറ്റ് വാ. ആരെ ഹാപ്പി ബർത്ത്ഡേ ഹയാ? തിന്നതേ യാ തിന്ന നീ തിന്നിട്ടേ പയ്യ പറ ഹാപ്പി ബർത്ത്ഡേന്ന്. എന്ത് വലുതുണ്ടാ കാണാനേ? എന്ത് ജോയ്? അപ്പോൾ ഓക്കെ ഗൈസ്, ഇതൊക്കെയായിരുന്നു എൻ്റെ കുഞ്ഞ് ബർത്ത്ഡേ വിശേഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അൻറ്റിൽ നെക്സ്റ്റ് വീഡിയോയിലേക്കും ബൈ. ഹാപ്പി ബർത്ത്ഡേ.